നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എന്തിന് അസ്ഥാനത്തടക്കം സിനിമ സ്റ്റൈൽ ഡയലോഗ് വെച്ചു കാച്ചുന്ന സുരേഷ് ഗോപി ഇപ്പോൾ മൗനത്തിലാണ്. അണികളെ ആവേശഭരിതരാക്കുകയും എതിരാളികളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന നല്ല പഞ്ച് ഡയലോഗുകൾ പറയാൻ അറിയാത്തയാളല്ല സുരേഷ് ഗോപി. പക്ഷേ ഇപ്പോൾ പറയേണ്ട മറുപടി പറയുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ആരോപണത്തിൽ മറുപടി പറയേണ്ടയാളാണ്. പക്ഷേ ആ മറുപടിയാണ് ഇപ്പോൾ ലഭിക്കാത്തത്. സുരേഷ് ഗോപിയുടെ സ്വന്തം വിലാസത്തിൽ 11 വോട്ടുകളാണുള്ളത്. സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല, ഇരുവർക്കും 2 വോട്ടർ ഐഡി വീതമുണ്ടെന്നും അതിൻ്റെ നമ്പർ അടക്കമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കൊല്ലത്ത് ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലടക്കം സുഭാഷ് ഗോപിയുടെയും ഭാര്യയുടെയും പേരിൽ വോട്ടർ ഐ ഡി കാർഡും വോട്ടർ നമ്പരുമുണ്ടെന്നും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ വോട്ടർ പട്ടികയിലടക്കം ഇവരുടെ പേരുണ്ടെന്നുള്ള ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം മറുപടി പറയേണ്ടയാൾ സുരേഷ് ഗോപിയാണ്. അതോടൊപ്പം തന്നെ ഒരേ വീട്ടിൽ ആ വീട്ടുകാരി അറിയാതെ ആ വീട്ടിലേക്ക് മറ്റ് 8 പേർ കൂടി മെമ്പറായിരിക്കുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ വിലാസത്തിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണന് വോട്ടുള്ളതും വോട്ട് ചെയ്തതുമൊക്കെ. അത്തരം ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടി പറയാത്തത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പട്ടാമ്പിയിൽ നിന്ന് ഭാസ്കര മേനോനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ഭാസ്കര മേനോൻ, ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരിയാണ്. ശ്രീ മുഹമ്മദ്, എന്തിനും നല്ല കട്ടി ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചാൻ നല്ല മിടുക്കൻ കൂടിയാണ് സുരേഷ് ഗോപി. അക്കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തെ മോശം പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മൗനത്തിലാണ്. അതീവ ഗൗരവമുള്ള ചില ആരോപണങ്ങളിലെ ക്രമക്കേടുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി ഇപ്പോൾ മൗനത്തിലിരിക്കുന്നത്? അത് ശരിയാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. പിന്നെ നല്ലൊരു നടനാണ് സുരേഷ് ഗോപി. പക്ഷെ ഇപ്പോ കേന്ദ്ര പ്രധാനമന്ത്രിയൊക്കെ അല്ലേ. അപ്പോ ഏറ്റവും എളുപ്പം ഇപ്പൊ എന്ത് ചെയ്യണം, മന്ത്രിസ്ഥാനം രാജിവെക്കണം. കാരണം അത്രക്കും വലിയ അഴിമതിയാ. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് ഒരു വോട്ടാ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു വോട്ട് കഴിയണതും ചെയ്യണം, ചെയ്യിപ്പിക്കും വേണം രാജ്യത്തിന് വേണ്ടി. ഇത് അയാളെ ഏട്ടന്റെയും വേറുള്ളവരെയൊക്കെ പെരിയും വോട്ടുണ്ടാക്കി വെച്ചേക്കുക. എന്നിട്ട് ആ വോട്ടുണ്ടാക്കിയിട്ട് അയാളിപ്പോ മൗനം പാലിക്കല്ലാതെ എന്താ കൂടിയിട്ട് കണ്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിടക്കേ. അല്ലാതെ അയാളെ MP സ്ഥാനം മന്ത്രിസ്ഥാനമൊക്കെ രാജിച്ചിട്ട് അയാൾ പുറത്തേക്ക് വരണം. അതാണ് അഴിമതി തെളിഞ്ഞുകൊണ്ട്. അതാ എനിക്ക് പറയാനുള്ള അഭിപ്രായം. അങ്ങനെ ശ്രീ രതീഷാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ രതീഷ്, സുരേഷ് ഗോപി എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഒക്കെ അതിന് അതുമായി ബന്ധപ്പെട്ടതായാലും അല്ലെങ്കിലും ഒക്കെ പഞ്ച് ഡയലോഗുകളൊക്കെ അടിക്കുന്ന സിനിമാ സ്റ്റൈൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന ശേഷവും ഒക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ തികഞ്ഞ മൗനത്തിലാണ്. എല്ലാറ്റിനും നന്ദി എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആകെ ഒരു വാചകം. ഇങ്ങനെയൊക്കെ ഗുരുതരമായ വിഷയങ്ങൾ ഉയരുമ്പോൾ അതിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കില്ലേ? രതീഷ് പറഞ്ഞോളൂ. പെട്ടമല എവിടെയാണ്? തട്ടമല. ഓക്കെ തട്ടമല. ശരി, മാറ്റിലും കുഴപ്പമില്ല. ഇന്നലെയും അടുപ്പിച്ച് കിട്ടി. ശരി, ഓക്കെ പറഞ്ഞോളൂ. സുരേഷ് ഗോപി മറുപടി പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു പക്ഷേ മടുത്തിട്ടായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ചെയ്തുകൊണ്ടെങ്കിൽ ഇലക്ഷൻ മെഷീനിൽ തിരിമറി ആയിരുന്നു. അതിക്ക് മുമ്പുള്ള ഇലക്ഷനുകളിലെ വിഷയം. ഈ പ്രാവശ്യം വോട്ടർ ലിസ്റ്റാണ് വിഷയം. ഈ വിഷയം 17 വോട്ടിന്റെ കുടുംബ വിഷയമാണ്. ആ 17 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനല്ല. 17 വോട്ടിന്റെ കുടുംബ വിഷയം മാത്രമല്ല ശ്രീ രതീഷ്, പല വോട്ടർ പട്ടികയിൽ പല കാര്യങ്ങൾ. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് അതുകൊണ്ടാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അവിടെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ വീട്ടിലടക്കം സഹോദരനടക്കം ഇരട്ട വോട്ടുണ്ടെന്നും ഇരട്ട ഐഡന്റി കാർഡ് ഉണ്ടെന്നും പറയുന്നു. ഒരേ വിലാസത്തിൽ 10-11 പേർ. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലായി നടന്നിട്ടുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. മുഴുവനൊന്നും പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് പുറത്തു വന്ന കാര്യം ഞാൻ പറയാം. മുഴുവൻ സ്റ്റേറ്റുകളിലും അങ്ങനെയുള്ള തിരിമറി ഉണ്ടായി എന്നും പറഞ്ഞുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമാണല്ലോ ഇന്ത്യക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിന്റെ ആണ് രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിലെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്. ഗോപി മത്സരിക്കുന്ന BJP ജയിച്ച മണ്ഡലത്തിൽ മാത്രമാണ് ഇത്. എന്തുകൊണ്ട് ഈ 1.5 വർഷത്തിന് ശേഷമാണോ എല്ലാവരും ഇത് അറിയുന്നതും കാണുന്നതും? അല്ല, തൃശ്ശൂരിൽ അന്നേരം ആ സമയത്ത് തന്നെ തൃശ്ശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിട്ടുള്ളതാണ്. കോൺഗ്രസും അപ്പോൾ പരാതി വീട്ടിൽ പോയിരിക്കണം സാറേ. തോറ്റു കഴിഞ്ഞാൽ തോൽവി അംഗീകരിക്കണം. അല്ലെ രതീഷ്, അത് ഒരിടത്ത് തോറ്റത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് പരാജയപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ ജയിച്ചെങ്കിൽ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കലല്ലേ?
അല്ല ഞാൻ പറയട്ടെ, ഈ നിയമസഭാ ഇലക്ഷന് പോലും ഒരു MLA പോലും ഒരു പാർട്ടിക്കും സ്വാധീനം, BJPക്ക് സ്വാധീനം തീരെ കുറഞ്ഞ കേരളത്തില് ഇത്രയും കൂടുതൽ കള്ളവോട്ട് മേടിച്ച് BJP ഒരു MP ജയിച്ചു. വേറെ സ്ഥലത്തും വിഷയമല്ല. അല്ല, കള്ളവോട്ട് കൊണ്ടാണ് രതീഷ്, അങ്ങനെയല്ല വിഷയം. രതീഷ്, കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നുള്ളതല്ല, അവിടെ കള്ളവോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു എന്നുള്ള വിഷയമാണ് പറയുന്നത്. അല്ലാതെ എതിരാളികൾ ആരും കള്ളവോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അതാണ് ചോദ്യം. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും തെറ്റാണ്. എപ്പോഴും മിക്കവാറും തന്നെ കണ്ണൂരൊക്കെ കള്ളവോട്ട് ചെയ്തേക്കണേ. കഴിഞ്ഞ പ്രാവശ്യം 2 സ്ത്രീകളെയാ CPM-ന്റെ, ഓർക്കുന്നുണ്ടോ? ന്യൂസ് 18 വാർത്ത എവിടെയായാലും കള്ളവോട്ട് ചെയ്താൽ തെറ്റില്ല. അതിന് ഈ സുരേഷ് ഗോപി മറുപടി പറയാതെ മാറുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ സഹോദരനൊക്കെ വന്നത് ഇനി CPM-കാരും കോൺഗ്രസ്സുകാരും ഒന്നും കൊണ്ട് വോട്ട് ചേർത്തല്ലോ. അത് ഈ വിഷയങ്ങളോടുള്ള ഒളിച്ചോട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയേക്കണ ഒരു കാര്യമാണ്. മീഡിയ വന്റെ ഒരു ചാനല് മൈക്ക് കൊണ്ട് കുത്താൻ ചെല്ലുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ചുമ്മാ താങ്കൾ ഇങ്ങനെ ഓരോ സുരേഷ് ഗോപി ആളുകളോടൊക്കെ പെരുമാറുന്നത്, മാധ്യമങ്ങൾ വരുമ്പോൾ കിടന്ന പെരുമാറ്റമൊക്കെ എത്ര കണ്ടാണ്. അതിന് കുത്താൻ ചെന്നു എന്നുള്ള പുതിയ കഥയൊന്നും ഉണ്ടാക്കണ്ട. ശരി, ഓക്കെ രതീഷ്, അത് അത്തരം കഥകളൊന്നും വേണ്ട. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതീവ ഗുരുതരമായ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. തൃശ്ശൂരിലും സമാനമായ രീതിയിലേക്ക് ചില പരാതികളൊക്കെ വരുന്നു. അപ്പോൾ അതിന് മറുപടി പറയേണ്ടയാൾ സ്വാഭാവികമായും അവിടെ നിന്ന് ജയിച്ച MP ആണ്. പക്ഷെ അദ്ദേഹം മറുപടി പറയുന്നേ ഇല്ല. എന്താണ് കാര്യം? നമസ്കാരം സാർ. നമസ്കാരമുണ്ട് സാറേ. ജനാധിപത്യ രീതിയിൽ കള്ളവോട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വോട്ടർ പട്ടിക ഇറക്കുമ്പോൾ തന്നെ ഒരു മാസം 2 മാസം കിടക്കുമ്പോൾ ഇരട്ടിപ്പ്, അത് മാറിക്കിടക്കുക, കള്ളവോട്ട് കണ്ടുപിടിക്കുക, മരണപ്പെട്ടവരെ കണ്ടുപിടിക്കുക, ഇത് LDF, UDF, BJP ആൾക്കാരുടെ ജോലിയാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണ്. പക്ഷെ അത് ആ വോട്ട് ചെയ്യുമ്പോൾ ഇന്നേജന്റുമാർ ശ്രദ്ധിക്കണം. 2 ബൂത്തിൽ വോട്ടുണ്ടെങ്കിൽ ഈ വോട്ട് ലിസ്റ്റിന്റെയും നമ്പരും ആ ബൂത്തിൽ അറിയിച്ചിരിക്കണം, ആ ബൂത്തിന്റെ ഈ ബൂത്തിൽ അറിയിച്ചിരിക്കണം. അപ്പൊ എവിടെയും ഒരിടത്ത് വോട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ അവർ ചെയ്തിരിക്കുന്നത് വോട്ടും 4-5 ഭാഗത്ത് വോട്ട് ഉണ്ടെങ്കിലും അവർ ചെയ്ത് വോട്ട് ഒരു വോട്ട് ചെയ്തിട്ടുള്ളൂ, 2 വോട്ട് ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ വിഷയം. 10-20 വോട്ട് കടന്നോട്ടെ. കാരണം എന്റെ 15 പാർട്ടിൽ ഞാൻ ഇപ്പൊ മത്സരിക്കാൻ പോവുകയാണ്. ആ മത്സരിച്ച് ഇറങ്ങിയപ്പോൾ ഒരു 25 വർഷം ഇവിടുന്ന് താമസം മാറി വോട്ട് ഇപ്പോഴും കിടക്കുന്നു. 7 വർഷം മാറിപ്പോയി വോട്ട് ഇപ്പോഴും കിടക്കുന്നു. അത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, ആരൊക്കെ നമുക്കറിയാം. പക്ഷെ അത് ഞാൻ ജോലി ചെയ്ത് ഓരോ വഴിയെ മാറ്റിയെടുത്തു. എന്നിട്ട് ഈ വീണ്ടും ഇലക്ഷന് 3-4 ദിവസം കിടക്കെ ദിവസം ആകുമ്പോൾ റിട്ടേൺ ഓഫീസറുടെ കയ്യിൽ നമ്മൾ ഈ കൊടുക്കും. ഇരട്ടിപ്പ് ഇങ്ങനെയാണ്, ശിവദാസൻ 2 കിടക്കുകയാണ്, കേരളം നമ്പർ 144, കേരളം നമ്പർ 215, ഇത് കൊടുക്കുമ്പോൾ അവിടെ ഇന്ന് തന്നെ നോക്കിയിരിക്കണം. പക്ഷെ ഇത്രയും കള്ളവോട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇത് ഞാൻ ന്യായീകരിച്ച് പറയുന്നതല്ല, ന്യായീകരിച്ച് പറയുന്നതല്ല. പക്ഷെ ഇത്രയും കള്ളവോട്ട് ചെയ്തിട്ട് പിന്നെ CPM-ന്റെയും കോൺഗ്രസിന്റെയും എവിടെ പോയി? ആദ്യമല്ലേ BJP. സ്വാഭാവികമായും അതും ഒരു ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. ഈ ഇത്തരം വോട്ടുകളുടെ സാധ്യതകളൊക്കെ ജാഗ്രതയോടുകൂടി എല്ലാ പാർട്ടി പ്രവർത്തകരും താഴെ തട്ടിൽ മുതൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ, പൂർണ്ണമായും കഴിയില്ല, ഒരു പരിധിവരെയൊക്കെ തടയാൻ കഴിയും എന്നത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും കേരളത്തിൽ അങ്ങനെ ആ തരത്തിലേക്കൊക്കെ വലിയ തോതിലൊക്കെ ഈ ഇവിടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അത് ശരിയാണെങ്കിൽ അത്രത്തോളമുള്ള ലക്ഷങ്ങളുടെ കണക്കൊന്നും വരാതെ അതും പോയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സുരേഷ് സാർ ഇതിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഇരട്ടിപ്പ് വോട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കള് കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. അവരെ ബന്ധുക്കള് 2 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് നിയമം സ്വീകരിക്കാം, അത് കോടതിക്ക് പോവാം. പക്ഷെ അവർ വോട്ട് ചെയ്തിട്ടുള്ളൂ, ഒരിടത്ത് വോട്ട് ചെയ്തിട്ടുള്ളൂ. 6 മാസം ഒരു പാർട്ടി 6 മാസം വീട് താമസത്തിന്റെ വാടകയ്ക്ക് വന്നാൽ അവർക്ക് വോട്ടിൽ പേര് ചേർക്കാം. പക്ഷെ അവർ അവിടെ നിന്ന് വീട് മാറി 2 വോട്ടർ ID കാർഡ് മേടിക്കാൻ കഴിയില്ല. വോട്ട് ചെയ്യാൻ പറ്റില്ല സാർ. 2 വോട്ടർ ID കാർഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് ഉണ്ടെങ്കിൽ പിന്നെ ക്രിമിനൽ കുറ്റമാണ്. പ്രദീപാണ് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അങ്ങനെ ആരെങ്കിലും ചോദിച്ചാലൊക്കെ പഞ്ച് ഡയലോഗ് കൊണ്ട് മറുപടിയൊക്കെ പറയുന്ന ആളാണ് സുരേഷ് ഗോപി. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് അത് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒക്കെ, അല്ലെങ്കിൽ പൂർണ്ണമായി ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാം. അദ്ദേഹത്തിന് വിശദീകരിക്കാനൊക്കെ സമയമുണ്ട്. മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ചോദിക്കും. പക്ഷെ അപ്പോഴുമൊക്കെ മൗനത്തിലാണ് സുരേഷ് ഗോപി. എന്താവും കാരണം? അല്ല, സുരേഷ് ഗോപിയുടെ കാര്യം പോട്ടെ, നമ്മുടെ ഇടുക്കി അതിർത്തി പ്രദേശത്തിലെ ഉടുമ്പൻചോല നെടുങ്കണ്ടം, കേട്ടില്ല. നമ്മുടെ ഇടുക്കിയുടെ അതിർത്തി പ്രദേശത്തിൽ ഉടുമ്പൻചോല നെടുങ്കണ്ടം ഭാഗം, അവിടെ 50 വർഷം മുമ്പ് ഏട്ടവോട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ വന്ന ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പകുതി MLA-മാരും MP-മാരൊക്കെ രാജിവെച്ച് കൊണ്ടിരിക്കും. ഇവിടെ പണ്ട് മുതലേ ഉള്ള പരിപാടി അത്. LDF, UDF എല്ലാവരും
പിന്നെ സുരേഷ് ഗോപി ഇത് ആരെ വോട്ട് ചെയ്തേക്കണെന്ന് ആർക്കും അറിയാവോ? സുരേഷ് ഗോപിയാണ് വോട്ട് ചെയ്തത്. ആ BJP ആണ്, അത് എല്ലാവരും ചേർത്തിട്ടുണ്ട്. അത് ആരാന്ന് പറയാൻ പറ്റൂ? അതുപോലെ തന്നെ മറ്റേ രാഹുൽ ഗാന്ധി ഇവിടെ ഒരു ലേഡിയുടെ കാര്യം പറയാം, 124 വയസ്സുള്ള സ്ത്രീ, കേട്ടായിരുന്നത്? രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചാണത്. അവരുടെ പടവും ടീഷർട്ടെ പിടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ അവര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പടം വെക്കാൻ ആരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയോട്. അതൊക്കെ അതൊരു അവരെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലോ അത് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ വോട്ടർ പട്ടികയിലൊക്കെ ആളുകളുടെ പേര് ആ തരത്തിൽ ചേർക്കുന്നു കാണിക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ മൂവ് അല്ലേ? അതിനെ ആ തരത്തിലല്ലോ നേരിടേണ്ടത്. അവർക്ക് അത് സ്വാഭാവികമായും വേണമെങ്കിൽ അവരെ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചോദ്യം, അതല്ലല്ലോ അതിന്റെ ചോദ്യം. ഒരാളൊരു വലിയ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനെ എന്റെ പടം വെച്ചെന്നിരുന്ന് മറു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ വിഷയത്തിന്റെ ചോദ്യത്തെ റദ്ദാക്കാൻ കഴിയുമോ? അതില്ല. ഞാൻ 1990 എനിക്ക് 35 വയസ്സുള്ളതാണ് പറഞ്ഞത്. അതാ അതിന് പക്ഷേ വോട്ടർ പട്ടികയിൽ അങ്ങനെ അല്ലല്ലോ ഉള്ളത്. അത് എഴുതിയപ്പോ പേര് അവരുടെ ഡേറ്റ് മാറിപ്പോയെന്നാണ് അവർ പറഞ്ഞത്. ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, എല്ലാ കാര്യത്തിലും മറുപടി പറയാനൊക്കെ വലിയ ആവേശം കാണിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി മിണ്ടുന്നേ ഇല്ല. എന്തു പറ്റി അദ്ദേഹത്തിന്? സാർ നമസ്കാരം. നമസ്കാരം. ഏത് വിഷയത്തിലാണ് സാർ സുരേഷ് ഗോപി മറുപടി പറയേണ്ടത്? താങ്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പത്രങ്ങൾ വായിക്കുകയോ ചാനലുകൾ കാണുകയോ ഒന്നും ചെയ്തിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ താങ്കൾ ഏതടിസ്ഥാനത്തിലാണ് ചോദ്യം അല്ല, ആ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല അങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ താങ്കൾ ഒന്നും മറുപടി പറയേണ്ടതില്ല. അല്ല, സുരേഷ് ഗോപി മറുപടി പറയുന്നില്ല. സുരേഷ് ഗോപി ഇപ്പൊ ഇന്നലത്തെ ഈ കലാപമായിട്ടൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഏതിനാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഏതിനാണെന്ന് താങ്കൾക്ക് അറിയാത്തതല്ലെന്നും വളരെ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഏതിനാണ് മറുപടി പറയേണ്ടത്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട വിഷയം എന്താ ഉള്ളത് താങ്കളുടെ അഭിപ്രായത്തിൽ? ഈ വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അപ്പൊ അറിയാൻ പോയതല്ല അല്ലേ? അല്ലല്ല, വോട്ടിന്റെ കാര്യത്താണ് കോഴിക്കോട് MP രാഘവൻ സമാധാനം പറയണം. അവിടെ നടന്നിട്ടുണ്ടെന്നാ പരാതി പറയുന്നത്. ഉടുമ്പൻചോലയിൽ നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ഇപ്പോൾ പരാതി വന്നതും ചർച്ചയായതും തൃശ്ശൂരല്ലേ? അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ അവരോടൊക്കെ മറുപടി ചോദിക്കണം. ഇപ്പോൾ വിഷയമായത് തൃശ്ശൂരല്ലേ? ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ലേ മറുപടി പറയേണ്ടത്? അവിടെ രാഘവനല്ലേ മറുപടി പറയേണ്ടത്? സുരേഷ് ഗോപി BJPയുടെ MP ആയിപ്പോയത് കൊണ്ടുള്ള കുറ്റമാണോ? അദ്ദേഹം മാത്രം മറുപടി പറയേണ്ടത്. വോട്ടിംഗ് യന്ത്രത്തിലും വോട്ടിംഗ് കടലാസുകളിലും കൃത്രിമം വരുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ MLA-മാരും മറുപടി പറയണം. അങ്ങനെ മറ്റിടത്തൊന്നും ഈ തരത്തിൽ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലല്ലോ. അങ്ങനെ ഉയർന്നെങ്കിൽ അവരും മറുപടി പറയും. അല്ല, ഉയർന്നിട്ടുണ്ടല്ലോ. കോഴിക്കോട് വരുന്നിട്ടുണ്ട്, ഇടുക്കിയിൽ വരുന്നിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് മറുപടി പറയോ? ശ്രീ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ് മറുപടി പറയുമോ, MK രാഘവൻ മറുപടി പറയുമോ എന്ന് ആശ്രയിച്ചല്ലോ. സുരേഷ് ഗോപിക്ക് മറുപടി പറയാനില്ലാത്തത് എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. അല്ലാതെ അദ്ദേഹത്തിനൊക്കെ ഒരു കൊമ്പൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് ഒരു കൊമ്പൊന്നുമില്ല. പിന്നെ BJP MP ആയിപ്പോയി എന്നുള്ളൊരു കുറ്റം താങ്കളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരിൽ പരാതി വന്നിട്ട് അവിടുത്തെ MP-മാരും MLA-മാരും മറുപടി പറയുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ മറുപടി പറയും. അങ്ങനെയാണ്, മറ്റുള്ളവരെല്ലാം മറുപടി പറഞ്ഞാൽ മാത്രമേ സുരേഷ് ഗോപി പറയൂ. അങ്ങനെയാണല്ലേ? അല്ലാതെ ആരെങ്കിലും എവിടെയും അർഹിക്കാതെ അവർക്ക് തള്ളിക്കേണ്ട ആരെങ്കിലും എവിടെയെങ്കിലും അല്ല. എതിരാളിയായി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് പരാതി കൊടുത്തത്. ആരെങ്കിലും അല്ല കൊടുത്തത്. അത് കേരളത്തിലെ ഒരു മുൻ മന്ത്രിയായിരുന്നു. സുരേഷ് ഗോപി ജനപ്രതിനിധിയാകുന്നതിന് മുമ്പേ ജനപ്രതിനിധിയാവുകയും കേരളത്തിലെ മന്ത്രിയാവുകയും ചെയ്ത VS സുനിൽകുമാറാണ് പരാതി കൊടുത്തത്. എതിരാളിയായി മത്സരിച്ച ആളുകളാണ് പരാതി കൊടുത്തത്. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും കൊടുത്ത പരാതിയല്ല. നേതാവല്ലേ സാർ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതിന് ഇത് തന്നെ മറുപടിയില്ല. ഞാൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് നമ്മൾ ഒരു വോട്ട് ചെയ്യാൻ ഒരു പൗരൻ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് ക്രമനമ്പർ നോക്കുന്നു, പേര് വായിക്കുന്നു, അഡ്രസ് പറയുന്നു, അങ്ങനെ അച്ഛന്റെ പേര് പറയും. അവിടെയൊക്കെ 0 ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടാണോ സാർ? ശരിക്കും അത് തന്നെയാണ് ശ്രീ ബാലകൃഷ്ണൻ ചോദിക്കാനുള്ളത്. ഇത്തരം കാര്യത്തിലൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളരിക്കപ്പെട്ടണമാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ശരി ബാലകൃഷ്ണൻ, എത്ര വോട്ടിംഗ് തിരുമറി നടത്തിയത് ആർക്കറിയാം? അതുകൊണ്ട് സുരേഷ് ഗോപി മറുപടി പറയേണ്ടതിൽ അദ്ദേഹം പറയും, അദ്ദേഹം പ്രതികരിക്കേണ്ടതിൽ അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹം ആർജമുള്ള ജനപ്രതിനിധിയാണ്. ആർജമുള്ള ആളാണെങ്കിൽ ഇന്ന് സഹോദരന്റെ ഭാര്യയുടെയും പേരിൽ 2 ID കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അവരെ തെറ്റ് ചെയ്തെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചോളൂ എന്നെങ്കിലും പറയണ്ടേ? കോടതിയിൽ അവർ പോയിക്കോട്ടെ. എന്തിനു വെറുതെ? ഇതൊക്കെ കോടതിയിൽ പോയിട്ടുണ്ട് ശ്രീ ബാലകൃഷ്ണൻ. ഇന്ത്യൻ കോടതിയിൽ പോയാൽ ഇന്ന് പോയാൽ നാളെ മറുപടി ഒന്നും കിട്ടില്ല. അദ്ദേഹത്തെ അയോഗ്യനാക്കട്ടെ കോടതി. ശരി, ഓക്കെ. എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ സുരേഷ് ഗോപി അയോഗ്യനാക്കണമെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. ബാലകൃഷ്ണൻ ഇപ്പോൾ അങ്ങനെ കാണുമായിരിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ആരോപിച്ച ചൌക്കിദാർ ചോറെ
അതൊക്കെ കുറെ തവണ പറഞ്ഞതല്ലേ, മുന്നണിക്കാർക്കും ഒരു പണിയുമില്ല. അതെല്ലാം കുറെ തവണ പറഞ്ഞതല്ലേ ബാലകൃഷ്ണൻ. ശ്രീ വിഷ്ണുവാണ്, കുളത്തൂരിൽ നിന്നാണ്. ശ്രീ വിഷ്ണു, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇതിൽ സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു വിഷയമാണോ ഈ വോട്ട് പട്ടിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണം? തീർച്ചയായിട്ടും കേരള ജനത ഇന്ന് കാണുന്നതിൽ സുരേഷ് ഗോപി മറുപടി പറയേണ്ടത് എത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണെന്ന് സാധാരണ ഒരു ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. ഡെമോക്രസിയും ബ്യൂറോക്രസിയും മനസ്സിലാക്കേണ്ട ജനങ്ങളെ ഉത്തരവാദിത്തത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമല്ലേ ഇത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നമ്മുടെ ഒരു ന്യൂസ് ചാനലില് ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ചോദ്യം ചോദിക്കാനൊരു അവകാശമില്ലേ? എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല സുരേഷ് ഗോപി? ഹലോ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ വിഷ്ണു ആണ് ഉന്നയിച്ചത്. നമുക്ക് അതിനിടയിൽ യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഒരു ആരോപണം വന്നാൽ അതിന് മറുപടി പറയുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പരിഹസിച്ച് മിണ്ടാതെ നടക്കുകയല്ല ചെയ്യേണ്ടതെന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, ഹി വിൽ നോട്ട് സ്പീക്ക് നൗ മിസ്റ്റർ കിരൺ ആസ് ഹി വിൽ അവെയർ ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ മോർ ട്രബിൾ എന്ന് അദ്ദേഹം പറയുന്നു. നമസ്കാരം കിരൺ, നിങ്ങൾ ചില ചോദ്യങ്ങൾ പിണറായി വിജയന്റെ വായിൽ കുത്തി ചോദിച്ചാലും അയാൾ വാ തുറക്കില്ല. അപ്പോൾ സംസാരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ കൂടി സ്വാതന്ത്ര്യമായി കണ്ടുകൂടെ എന്ന് ഗോളാന്തര യാത്ര ചോദിക്കുന്നു. സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് നേരെ ആരോപണം ഉണ്ടാകുമ്പോൾ അതുവരെ മിണ്ടിക്കൊണ്ടിരുന്ന ചില ആളുകൾ, അതുവരെ എന്ത് കാര്യത്തിനും വലിയ ഡയലോഗ് വിട്ടുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് മൗനമാകുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവും. സ്ഥിരമായി മിണ്ടാത്ത ആളുകളാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ആ സമയത്ത് മാത്രം മിണ്ടാതാവുന്ന ആളെ കാണുമ്പോൾ സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ്. അവർ ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നു ഷിജു കിരിയത്ത്. അതോടൊപ്പം തന്നെ വീണ്ടും ഗോളാന്തര യാത്രയിൽ ലവ് ജിഹാദൊക്കെ ചോദിച്ചു, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് പറയുന്നു. ആങ്കർ ശരിയല്ല, നിഷ്പക്ഷനല്ല എന്നൊക്കെ സുഭാഷ് കുമാർ പറയുന്നു. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശത്തെ പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുന്നു. എപ്പോഴും എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ. അതോടൊപ്പം തന്നെ മറ്റേ ചില കമൻറ്റുകൾ കൂടിയുണ്ട്. അത് തന്നെ ഒരേ കമൻറ്റ് കഴിച്ചു. സുരേഷ് ഗോപി എന്തിന് മറുപടി പറയണം? കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷനും കോടതിയിലും പോയാൽ കോടതിയും മറുപടി തീർച്ചയായും പറയും. പ്രബുദ്ധ കേരളം എങ്ങോട്ട് എന്നാണ് നന്ദകുമാർ പിയുടെ സംശയം. സോണിയാഗാന്ധി 1980 മുതൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, എന്നാൽ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് 83-ലാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു ബിജു വേൾഡ് പറയുന്നു. സുനിമോൾ, സുരേഷ് ഗോപി എന്തിന് മറുപടി പറയണം? അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നില്ലേ? ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് തൃശ്ശൂർ മാത്രമല്ല, എല്ലായിടത്തും ഇരട്ട വോട്ടുകൾ കണ്ടുപിടിക്കണമെന്ന് സുനിമോൾ പറയുന്നുണ്ട്. മൗനം വിദ്വാന ഭൂഷണമെന്നാണ് സതി ബാബുരാജിൻ്റെ പ്രതികരണം. സുരേഷ് ഗോപി മറുപടി പറയണം എന്ന് ലാലൻ പറയുന്നു. നോ പ്രിവിലേജ് ടു സുരേഷ് ഗോപി, ഹി ഷുഡ് ആൻസർ ദി അലിഗേഷൻസ് അഗൻസ്റ്റ് ഹിം എന്ന് ജോവ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രതികരണങ്ങൾ കൂടെ. ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമൊക്കെ ഇതൊക്കെ ശരിയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചാണ് അത്തരത്തിൽ ആരോപണം ഉയർന്നിരുന്നത്. സാധാരണഗതിയിൽ എന്ത് ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആളുകളെ ചോദ്യകർത്താക്കളെ പോലും പ്രകോപിതനായി പോലും മറുപടി പറയുന്ന ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷേ സുരേഷ് ഗോപി തികഞ്ഞ മൗനത്തിലാണ്. അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ടോ? ശ്രീ കിരൺ, നമ്മള് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ 3 ദിവസത്തിന് മുമ്പ് നമ്മൾ രണ്ടും കൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോഴേ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട 3 റെക്കോർഡ്സ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. ഞാൻ പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, രാഹുൽ ഗാന്ധി 3 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് 10 വർഷത്തെ വോട്ടേഴ്സ് ലിസ്റ്റ്, ഒന്ന് ബോംബെയിലെയും ഹരിയാനയിലെയും വീഡിയോ ഫുട്ടേജ്, പിന്നെ ഒന്ന് ഇലക്ഷന്റെ ലിസ്റ്റ് ഇല്ലേ, ഇലക്ഷൻ ലിസ്റ്റ്. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. ഈ 3 എന്തുകൊണ്ട് കൊടുക്കാൻ ഡിജിറ്റൽ കോപ്പി, ഇത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ തർക്കിച്ചത്. ഇത് എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല സാധിക്കത്തില്ല എന്നുള്ളതിന്റെ ഇൻ റൈറ്റിംഗിൽ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് 2018 കമൽനാഥ് മധ്യപ്രദേശിൽ ഇതേ ആവശ്യം ഉന്നയിച്ച്, അതായത് ഡിജിറ്റൽ ഡീറ്റെയിൽസ് വേണമെന്നും പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും അവരത് റെഫ്യൂസ് ചെയ്യുകയും അദ്ദേഹം സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് അത് കൊടുക്കാൻ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് നിൽപ്പുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് കൊടുക്കാത്തത്. മറ്റേ 2 കാര്യത്തിലും ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷന്റെ നിയമപ്രകാരം തന്നെയാണ് കൊടുക്കാതിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ കേസിലെ ഒരു വീഡിയോ ഫുട്ടേജ് വേണം, ഒരു എവിഡൻസ് വേണമെങ്കിൽ അത് ചോദിച്ചാൽ അവർ അതിനെപ്പറ്റി തീരുമാനിക്കാം. അതായത് കൊടുക്കാതിരുന്നത്
ധാർഷ്ട്യമല്ല എന്നും നിയമപരമായിട്ടാണ് എന്ന് ശ്രീ കൃത്യമായി അജയ്കുമാർ, താങ്കൾക്ക് ആ തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ എടുക്കാം. ചെറിയ സംശയം അല്ലല്ല ശ്രീ അജയ്കുമാർ, എന്റെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഒരിടത്ത് കള്ളവോട്ടുണ്ടെങ്കിൽ ആ ആരോപണം തെളിയിക്കണമെങ്കിൽ അവിടെ വീഡിയോ പരിശോധിക്കാതെ CCTV പരിശോധിക്കാതെ തെളിയിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും തൽക്കാലമില്ല. അപ്പോൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ എന്തിനാണ് ഈ 45 ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്? അത് നിങ്ങളുടെ ആരോപണമാണത്. ഞങ്ങളുടെ ആരോപണമല്ലല്ലോ. 45 ദിവസം കഴിഞ്ഞപ്പോൾ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? ഞങ്ങളാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതിക്ക് മുകളിലല്ലോ താങ്കളും ഞാനും അല്ലല്ലോ. താങ്കൾ അതിന്റെ ഒന്ന് സുപ്രീം കോടതിക്ക് മുകളിലാണോ താഴെയാണോ എന്നുള്ള അല്ല ശ്രീ അജയ്കുമാർ വിഷയം. 45 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് ആരോപണമുള്ള ഒരു സ്ഥലത്തെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അതിന് അവർക്ക് ആരോപണം ശരിയാണെങ്കിൽ അവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തണമെങ്കിൽ അവർക്ക് ഈ അഗ്നിശുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ദാണ്ട കാണിക്കാലോ, ദാ കിടക്കും തെളിവ് നിങ്ങൾക്ക് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരന് ബോധ്യപ്പെടില്ലേ? ഞങ്ങൾ ചെയ്യുന്ന വോട്ടിൽ കള്ളവോട്ട് ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ജനാധിപത്യം ശരിയാണെന്ന് ബോധ്യപ്പെടില്ലേ? കിരൺ, ഒരു രാജ്യത്ത് അതായത് ആ സ്വതന്ത്ര ബോഡിക്ക് അവരുടേതായ അതിന് കൊടുത്തിരിക്കുന്ന ഭരണഘടനാപരമായ നിയമങ്ങളിൽ നിന്നുകൊണ്ടാണ് അത് കൊടുക്കാതിരിക്കുന്നത്. അതിന് സുപ്രീം കോടതി അത് ശരിവെച്ചിട്ടുണ്ട്. അല്ല ദാ കിടക്കുന്ന പോലെ ഒരു കൊട്ടയ്ക്കകത്തിൽ എടുത്തിട്ട് കൊടുക്കുക എന്നൊക്കെ വ്യാഖ്യാനിക്കാതിരിക്കുമോ താങ്കൾ? പിന്നെ ജനാധിപത്യം 2014 അട്ടിമറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ അത് നേരെ വരുത്തൊന്നുമില്ല. ഇനി അത് നേരെ വരുന്ന ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. അതും അവിടെ നിൽക്കട്ടെ. ഇനിയും സുരേഷ് ഗോപി മറുപടി പറയുന്നതിന് മുമ്പ് സോണിയാഗാന്ധി കൊണ്ട് മറുപടി പറയണമല്ലോ. 1980 ഇലക്ഷൻ കമ്മീഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. 83 പൗരത്വം കിട്ടിയത്. വയനാട്ടിൽ 54 കള്ളവോട്ടുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി ഇന്ന് രേഖകൾ സഹിതം വെളിവിട്ടിട്ടുണ്ട്. ഒരിടത്ത് വലിയ ഒരു ആരോപണം ഉന്നയിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിച്ചെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി എന്ത് ആരോപണം വന്നാലും സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ 2 ആരോപണം ഉന്നയിച്ചിട്ട് അത് മറുപടി പറയാം, വിഷയം മാറ്റാം. ഈ തന്ത്രങ്ങളൊക്കെ എത്ര കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഗൗരവമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ആ ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിന് പകരം സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കലാണോ? അതിന് മറുപടി പറയേണ്ടത് ചോദിക്കലാണ്. എന്താണ് ശ്രീ അജയ്കുമാർ ഇങ്ങനെ? അല്ല എന്റെ ഡീറ്റെയിൽസ് വെളിയിൽ വന്നിട്ടുണ്ട്. ശ്രീ അജയ്കുമാർ, ഇത് തന്ത്രമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? സാമാന്യ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരെല്ലാം മനസ്സിലാവില്ലേ? ഒരു വലിയ ഒരു അസംബ്ലിയിൽ ആ അസംബ്ലി മണ്ഡലത്തിൽ 1 ലക്ഷത്തിലേറെ കള്ളവോട്ടുണ്ട് എന്ന് ഒരാൾ തെളിവ് നേരത്തെ പറയുമ്പോൾ നിങ്ങളുടെ വോട്ടിനകത്ത് നിങ്ങൾ മത്സരിച്ച സ്ഥലത്ത് 45 കള്ളവോട്ടിന്റെ പരാതി വന്നിട്ടുണ്ട് എന്ന് പറയലാണോ അതിന്റെ മറുപടി? അതെന്ത് ചോദ്യമാണ്? അതെന്ത് പ്രസക്തിയാണ്? അത് മറുപടി ഇല്ലാത്തപ്പോ ഇങ്ങനെ പല ചോദ്യങ്ങളും വരും. ചോദ്യങ്ങൾ വരും. അതാണോ? അത് ഒളിച്ചോട്ടമല്ലേ, ഭീരുത്വമല്ലേ? പിന്നെ എങ്ങനെയാണ്? ഇതിന് മറുപടി പറഞ്ഞിട്ടല്ലേ? ഇതിന് മറുപടി പറഞ്ഞിട്ട് പറയണം നിങ്ങൾക്കെതിരെ ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. അല്ല ഇതിപ്പോ അന്തസ്സില്ലാത്ത കാര്യങ്ങളാണത് അല്ലേ? അത് 2014 ശേഷം ഇന്ത്യയിൽ അന്തസ്സില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് മുഴുവൻ. മനസ്സിലായില്ലയോ? നമുക്ക് 2014 ശേഷം എന്ന് പറഞ്ഞാൽ താങ്കൾ ഇത് ആരെ അനുകൂലിച്ചാണ് പറയുന്നത്? എനിക്ക് തന്നെ സംശയം. എനിക്കറിയത്തില്ല. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മന്ത്രിയോ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പറയുക, ഏതെങ്കിലും ഒരു ബൂത്തിലെ വോട്ട് മുഴുവൻ BJP പോരട്ടെ, അവിടെ പ്രസ് BJPക്ക് പോകുന്നു, ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കേരള ഇപ്പൊ ആന്ധ്ര മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അവിടെ ജയിച്ചു നിൽക്കുക. ഇനി പോട്ടെ, കർണാടകയിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞല്ലോ ഈ എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആരോപണം ഉയരുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. എന്തുകൊണ്ടാവും അത് ഇല്ലാതെ പോകുന്നത്? അല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു 15 മാസം മുന്നേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നമ്മൾ വോട്ടിംഗ് യന്ത്രത്തിന്റെ കുറ്റം പറഞ്ഞു. വോട്ടിംഗ് യന്ത്രം മിസ്റ്റേക്കാന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നത് ഇതൊരു തോന്നിവാസല്ലേ? ഏത് പാർട്ടിക്കാരാ കിരൺ ബാബു? ഏത് കിട്ടുമ്പോൾ എല്ലാ പകരം കിട്ടുന്നവർക്കെല്ലാം ഇങ്ങനെ കള്ളവോട്ട് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ചെയ്യും. ഇപ്പൊ എനിക്ക് ഞാൻ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലും നടുവിൽ ഗ്രാമപഞ്ചായത്തിലും ഞാൻ പരസ്യമായിട്ട് പറയാം, നിയമ നടപടിക്ക് വിധേയം തയ്യാറായാൻ ഞാൻ 2 വോട്ടുണ്ട്. ഞാൻ ഇവർക്കാർക്കും വോട്ട് ചെയ്യില്ല. ഈ കക്ഷി രാഷ്ട്രീയക്കാരെ മൊത്തമായിട്ട് ഇവരെ എല്ലാ ആൾക്കാരും ശുദ്ധ മനസ്കരല്ലാതെ ഇവിടെ ആകാൻ ഇവരാണ് ഞാൻ വോട്ട് ചെയ്യല്. പക്ഷെ ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല. എനിക്ക് ഞാൻ നടുവിൽ പഞ്ചായത്തിൽ നിന്ന് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി താമസിക്കുമ്പോൾ ഒരു മാഷ് പറഞ്ഞു, ദാസനെ വോട്ടാക്കണ്ടേ? ഞാൻ പറഞ്ഞ മാഷ് എനിക്ക് അപ്പുറത്ത് വോട്ടുണ്ട്. അല്ല, അത് കുഴപ്പമില്ല, അത് അവിടെ കണക്കെടുക്കുമ്പോൾ തള്ളിക്കൊള്ളൂ. ഞാൻ ഇയാൾക്ക് മാഷെ ആധാർ കാർഡ് കൊടുത്ത ഒറ്റ ബന്ധേ ഉള്ളൂ. ഈ സിസ്റ്റത്തിലെ തകരാറാണ്. എങ്ങനെ ആധാർ കാർഡ് കൊടുത്ത ഒറ്റ ബന്ധേ ഉള്ളൂ. എനിക്ക് എന്റെ കയ്യിൽ പിന്നെ ഐഡന്റിറ്റി കാർഡ് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത് ഇവരാരും മോശമല്ല, എല്ലാ ആൾക്കാരും മോശം. ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്ന ആളെന്നല്ല. BJP കാരനാക്കാണ്, കോൺഗ്രസിനാക്കാണ്, CPM-കാണ്.
ഇവന്മാരെല്ലാരും കൂടി എന്തായാലും നമ്മളെ അത്ര മോശത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടി അവസാനിപ്പിച്ചേ പോവാ. മതിയാവൂ. ശ്രീ ദാസൻ, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കിരൺ സാറേ, സുരേഷ് ഗോപിയും മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലേലും ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും ഉത്തരവാദിത്വമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരാൾ സാറായാലും ശരി, എന്താ വെച്ചാൽ ഒരു ID കാർഡിൽ പേര് ചേർക്കാൻ വേണ്ടി, ഇലക്ഷൻ ID കാർഡിൽ പേര് ചേർക്കാൻ വേണ്ടി സാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താലൂക്ക് തലത്തിൽ അത് കിട്ടുകയും അവിടെ നിന്ന് BLO ഏൽപ്പിച്ചിട്ട് BLO എൻക്വയറി നടത്തി ആ വിവരം താലൂക്കിൽ അറിയിച്ചതിന് ശേഷം മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് കയറി വരുള്ളൂ സാർ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആരാ അതിനകത്ത് കുഴപ്പക്കാര്? അതായത് BLO എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലുള്ള ആളാണ്. അപ്പോ BLO മുതല് മേൽഘടകത്തിലേക്ക് സുരേഷ് ഗോപി മറുപടി പറഞ്ഞോട്ടെ, പറയാതിരുന്നോട്ടെ സാർ. ഇതാണ് അവസ്ഥ. സാറിന് കാര്യം മനസ്സിലായല്ലോ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനു ആണ് വർക്കലയിൽ നിന്നും. ശ്രീ ബിനു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്ക് ഈ വിഷയത്തോട് പ്രതികരിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. എന്നറിയോ, ഈ അതായത് കേരളത്തിലെ പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് അവരൊക്കെ ഒരു സർക്കിളുണ്ട്. അവർ ഈ സർക്കിളിനകത്തുള്ള ആൾക്കാരെ മാത്രമേ അവർ പ്രൊട്ടക്ട് ചെയ്യൂ. ഈ സർക്കിളിന് പുറത്തോട്ടുള്ള ആൾക്കാരാണ് ഇപ്പം സുരേഷ് ഗോപി, അതുപോലെ തന്നെ വേറെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെ സർക്കിളിന് പുറത്തുള്ളവർ, ഈ സർക്കിളിനകത്തുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത് പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധി പിന്നെ ഈ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇന്ത്യയിലെ ഇന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു 2-3 പേരെ എടുത്താൽ അതിൽ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ആൾ മിക്കവാറും രാഹുൽ ഗാന്ധി ആയിരിക്കും. അങ്ങനെ ഒരാൾ മാധ്യമങ്ങളുടെ സർക്കിളിനുള്ളിൽ നിൽക്കുന്ന ആളാണെന്ന് താങ്കൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ രാഹുൽ ഗാന്ധി നേരിടേണ്ടി വന്നതിന്റെ മാധ്യമാക്രമണത്തിന്റെ ഒരു 1000-1 അംശം പോലും നേരിടേണ്ടി വന്നിട്ടില്ല സുരേഷ് ഗോപിക്കോ, അല്ലെങ്കിൽ താങ്കൾ ഈ പുറത്തു നിൽക്കുന്ന സുരേഷ് ഗോപി? അല്ലെ, ഞാനത് പറഞ്ഞുതരാം. ഇന്ന് കൊല്ലത്ത് ഒരു UDFന്റെ നേതാവ് പരസ്യമായിട്ട് ഒരു UDFന്റെ കമ്മിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞ് അവിടുത്തെ ഒരു UDFന്റെ നേതാവ് കള്ളവോട്ടിടുന്ന എങ്ങനെയാണ് പഠിപ്പിച്ചെന്നും കള്ളവോട്ട് ഇട്ടിട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു വിഷയം പറയുമ്പോൾ അവിടെ ഇവിടെയും മറ്റു ചെറിയ ഞാൻ എനിക്കൊരു ഒറ്റ കാര്യമേ ഇതിനകത്ത് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സർക്കിളിലുള്ള കുറെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യും. താങ്കൾ ഉദാഹരണം പറഞ്ഞ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ, ഇതൊക്കെയാണ് നിങ്ങളെ സർക്കിളിൽപ്പെട്ട ഇവര്. കേരളത്തിൽ അടുത്ത വാചകം കൂടെ പറയാം. കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ, കേരളത്തിലെ ഏതു പാർട്ടി നേതാക്കളായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വന്നയാൾ പിണറായി വിജയനാണ്. ദേശീയ തലത്തിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളയാൾ രാഹുൽ ഗാന്ധിയാണ്. അവർ രണ്ടുപേരും സർക്കിളിനുള്ളിലും സുരേഷ് ഗോപി മാത്രം സർക്കിളിന് പുറത്തും എന്നൊക്കെ പറയുന്നത് ഏത് കണക്ക് വെച്ചിട്ടാണ്? താങ്കൾ ഏത് ലോകത്ത് ജീവിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? ഓക്കെ, ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. ഏതെങ്കിലും കേരളത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ മകൾ മാസപ്പടി മേടിച്ച്? അതല്ലല്ലോ വിഷയം. ശ്രീ ബിനു, വിഷയം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് മാധ്യമങ്ങളുടെ പ്രത്യേക പരിലാളന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സർക്കിളിനുള്ളിൽ നിൽക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും. ഞാൻ പറഞ്ഞ അതാണ്. കേരളത്തിൽ പിണറായി വിജയനും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടതുപോലെ മാധ്യമങ്ങളുടെ കയ്യിൽ ഇത്രത്തോളം ആരോപണങ്ങൾ നേരിടേണ്ടി വന്നവർ, തുടർച്ചയായ വാർത്തകൾ നേരിടേണ്ടി വന്നവർ മറ്റേത് നേതാവാണുള്ളത്? ചേട്ടാ, ഈ ഉരുളം കിഴങ്ങ് വിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള സ്വർണ്ണം ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിമർശനം വരായിരിക്കൂ? ഒരു ജുബിട്ട് പോയിട്ട് പോക്കറ്റിൽ കീറിയിട്ട് വിമർശനം വരായിരിക്കൂ? ചോദിച്ചു മേടിച്ചല്ലേ? എവിടെ എങ്ങനെയാണ് അല്ലേ? ഒരു ജുബ ഇട്ടിട്ട് പൊതുവേദി പോയിട്ട് ജുബയ്ക്കകത്ത് കൈ ഇട്ടിട്ട് കീറി കഴിഞ്ഞ കാണിച്ചിട്ട് ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് വീടില്ല, ഇത് ആരെടുത്ത് പറയുന്നത്? ഈ പൊതുജന ഇന്ത്യ എന്ന് പറയുന്നത് മോദി. താങ്കൾ ആദ്യം പറഞ്ഞ ആരോപണം മാധ്യമങ്ങൾക്കെതിരെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതിന് താങ്കൾക്ക് ഒന്നും പറയാനില്ല. താങ്കളുടെ ആരോപണത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റാണെന്ന് 2 ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുമെന്ന് താങ്കൾക്ക് ബോധ്യമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മിനിറ്റ്, ഒരു സുരേഷ് ഗോപിയുടെ കാര്യം കൂടെ പറയട്ടെ. സുരേഷ് ഗോപിനെ സ്ഥിരമായിട്ട് നിങ്ങൾ പുറകെ നടന്ന് ശല്യം ചെയ്യണം. സുരേഷ് ഗോപി ആണ് ഞാൻ പറയാം. മീഡിയ കൊണ്ട് ഒരു മറ്റേ റിപ്പോർട്ടറിലെ കുത്താൻ വേണ്ടി ആംഗ്യം കാണിച്ചത് അത് നിങ്ങൾ അത് ഈ ലോകത്ത് ആരും കാണാൻ കുത്താൻ ആംഗ്യം കാണിച്ച അയാൾ മാറിപ്പോയി. നിങ്ങൾ യഥാർത്ഥത്തിൽ CPM-ന്റെ അതായത് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് പണ്ട് പറഞ്ഞ 55,000-ൽ പരം കള്ളവോട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ വിഷയം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കൂ. ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കൂ ആദ്യം.
അതിന് ഞാൻ പറയുന്നത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. രമേശ് ചേട്ടാ, നിങ്ങളൊരു കാര്യം കേൾക്കുക. നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ ഒന്നും സഹായത്തോടല്ല മോഡി അധികാരത്തിൽ വന്നത്. നിങ്ങൾ മോഡി നോക്കണ്ട. ശ്രീ രാധാകൃഷ്ണനാണ് മുംബൈയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, സാധാരണഗതിയിൽ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പലതരത്തിൽ അല്ലെങ്കിൽ സിനിമാ ശൈലൊക്കെ ഡയലോഗ് പല തവണ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. പക്ഷേ ഇപ്പോൾ ഗൗരവമായ ആരോപണം ഉയർന്നപ്പോൾ സുരേഷ് ഗോപി മൗനത്തിലാണ്. അദ്ദേഹം മിണ്ടേണ്ടതല്ലേ? ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. രാധാകൃഷ്ണൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് പ്രഭാകരനാണ് കണ്ണൂരിൽ നിന്നും. പ്രഭാകരനിലേക്ക് പോകും മുമ്പ് നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി പറയേണ്ടതുണ്ട്. കള്ളവോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു പാർട്ടിക്കാരുടെ പ്രതിനിധികൾ എവിടെയായിരുന്നു? അവരുടെ കഴിവുകേടല്ലേ എന്ന് ശ്യാംകുമാർ വി ടി ചോദിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെയൊക്കെ ആവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കൃത്യമായ ജാഗ്രതയോടുകൂടി നടന്നാൽ ഒരു പരിധിവരെ ഇത്തരം കള്ളവോട്ടുകളൊക്കെ തടയാൻ കഴിയും എന്നുള്ളത് ശരിയാണ്. ഷാജി ഭാസ്കരൻ പറയുന്നു, ഞാനും സുഭദ്രയും എൻ്റെ ബാല്യക്കാരനുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആക്കിയതാരാണ്? ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി എന്നിവർ അടങ്ങുന്നവരായിരുന്നു ഇവരെ നിശ്ചയിച്ചിരുന്നത്. ആ തീരുമാനം മാറ്റിയതാരാ എന്നുള്ള, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാനുള്ള അധികാരം മാറ്റിയതാര് എന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം കൂടിയാണ് ഷാജി ഭാസ്കരൻ ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപി പപ്പുവിനെ പോലെ ഒരു തെരുവ് രാഷ്ട്രീയക്കാരനല്ല എന്ന് SS പറയുന്നു. ശ്രീ SS, പപ്പുവിനെ എന്ന് താങ്കൾ വിളിച്ചത് രാഹുൽ ഗാന്ധി ആയിരിക്കും. രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ തെരുവിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ല, അല്ലെങ്കിൽ തെരുവ് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് നാണക്കേടല്ല, അതൊരു അഭിമാനമാണ്. ഇന്ത്യയിലെ മഹാന്മാരായ നേതാക്കളൊക്കെ ഇന്ത്യയിലെ തെരുവുകളിൽ ഇറങ്ങി നടന്ന ആളുകളെ സംഘടിപ്പിച്ചാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് മുതലുള്ള പ്രധാന നേതാക്കളൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയവർ തന്നെയാണ്. അതുകൊണ്ട് തെരുവിലിറങ്ങുന്നവർ മോശപ്പെട്ട രാഷ്ട്രീയക്കാരും AC മുറിക്കകത്തിരിക്കുന്നവരോ ജനങ്ങളുമായി ബന്ധമില്ലാത്തവരോ മെച്ചപ്പെട്ട രാഷ്ട്രീയക്കാരുമാണ് എന്നൊരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ട്. അത് തെറ്റാണ്, അത് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല എന്ന് SS-നെ അറിയിക്കുകയാണ്. ശ്രീ അജയ്കുമാർ BJP-ക്കായി മെഴുകുന്നുവെന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. കോൺഗ്രസും കമ്മികളും ഇട്ടാൽ ബെർമുഡ, BJP ഇട്ടാൽ വള്ളി നീക്കർ, അതിനെ കൂട്ടുകുറെ മാധ്യമങ്ങളുമെന്ന് സുനിൽകുമാർ പറയുന്നു. ഗോളാന്തര യാത്ര ഏതാണ്ട് ഒക്കെ പറയുന്നു. ആരോണ്ടോട് മിണ്ടാതിരിക്കണം, അല്ലെ പഞ്ഞിക്കിടും എന്നൊക്കെ. ഈ ഗോളാന്തര യാത്ര ഇത് ആരെ എവിടെ ഇട്ടാണ് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഉത്തരം മുട്ടുമ്പോൾ ഭീഷണി മുഴക്കുന്നതൊക്കെ എന്തിനാണ്? ഈ സ്വന്തം പേര് പോലും പറയാതിരിക്കുന്ന ആളാണ് ഈ ഭീഷണി മുഴക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു തമാശയായി തോന്നുന്നത്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ആവശ്യമേ ഇല്ല എന്ന് സുരേഷ് നായർ പറയുന്നു. അതോടൊപ്പം തന്നെ ബിജു വേൾഡ് പറയുന്നു, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ പലയിടത്തും പല മിസ്റ്റേക്ക് കാണാൻ കഴിയും. അതിന് സുരേഷ് ഗോപിയല്ല കുറ്റം പറയേണ്ടത്, മിസ്റ്റേക്ക് വരുത്തിയ സർക്കാർ ജീവനക്കാരിയാണ് എന്ന് പറയുന്നു ബിജു വേൾഡ്. അങ്ങനെ കുറേ കമൻറ്റുകൾ കൂടി താഴേക്ക് ഉണ്ട്. എന്നാലും ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി കൂടി ആ വിഷയത്തിൽ ഉണ്ട്. ശ്രീ പ്രഭാകരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ പ്രഭാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ കാണുന്ന വിഷയത്തെ, ഒരു ബൂത്തിൽ എല്ലാ പാർട്ടികളുടെ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇരിക്കുന്നുണ്ട്. അതേസമയം ഒരാൾ ഒരു പ്രാവശ്യം അയാളുടെ വിരലിൽ അടയാളം കൊടുത്ത് ആ അടയാളം അവിടുന്ന് മഴക്കാൻ പറ്റുന്നില്ല. അതേ ആള് തന്നെ അതേ ബൂത്തിൽ വന്നിട്ട് രണ്ടാമത് വോട്ട് ചെയ്യുമ്പോൾ ഈ അടയാളം അവിടെ ഉണ്ടാവുകയില്ലയോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ എത്ര പാർട്ടി ഏത് ബൂത്തിൽ മത്സരിക്കുന്നുണ്ടോ അത്ര പാർട്ടിയുടെ ആൾക്കാർ ഉള്ളിൽ എഴുതുവാനും പിടിക്കുവാനും എല്ലാത്തിനും നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരാൾ ഒരു വോട്ട്, ചിലർക്കും എന്തെങ്കിലും സംഭവത്താൽ 2 വോട്ട് ചെയ്തു എന്ന് വരാം. പക്ഷെ ഇത് ഇവര് പറയുന്ന 11 വോട്ട് ചെയ്തു, 10 വോട്ട് ചെയ്തു, 6 വോട്ട് ചെയ്തു, ഇതെല്ലാം പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ പ്രഭാകരൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ, താങ്കൾ മനസ്സിലാക്കിയ ചില പിഴവുണ്ടെന്ന് തോന്നുന്നു. ഇവർ വോട്ട് ചെയ്തു എന്നുള്ളതല്ല ആരോപണം. ശ്രീ പ്രഭാകരൻ ഒന്ന് കേൾക്കൂ. പ്രഭാകരൻ ഒന്ന് കേൾക്കൂ. ശ്രീ പ്രഭാകരൻ ഒന്ന് കേൾക്കാൻ കഴിയുമോ? അവർ വോട്ട് ചെയ്തു എന്നുള്ളതല്ല ആരോപണം. അവർ ഈ ഒരാളുടെ പേര് വ്യാജവിലാസത്തിൽ, ഒരു പൂങ്കുന്നത്തെ ഒരു സ്ത്രീയുടെ, പ്രസന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വിലാസത്തിൽ, ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 11 പേരുടെ വോട്ട് വരുന്നു. ആ വീട്ടിലില്ലാത്തവരാണ്. അവർ പറയുന്നത് എനിക്ക് മാത്രമേ ഇവിടെ വോട്ടുള്ളൂ, 11-8 തോന്നുന്നു വോട്ട് വരുന്നു. അപ്പോൾ ആ ഇല്ലാത്ത ആളുകളുടെ വോട്ട് അവിടെ വന്നിട്ടുണ്ട്, അവർ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട്. അതാണ് ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണമാണ് സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും തൃശ്ശൂരും വോട്ടുണ്ട്, കൊല്ലത്തും വോട്ടുണ്ട്, ഇവിടെയും വോട്ടർ ഐഡന്റി കാർഡുണ്ട്, അവിടെയും വോട്ടർ ഐഡന്റി കാർഡുണ്ട്. അങ്ങനെ 2 വോട്ടർ ID കാർഡ് മേടിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമില്ല. അതാണ് വിഷയം. അല്ലാതെ വോട്ട് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ആരും അങ്ങനെ വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ
പക്ഷേ ഈ കമ്മീഷണറും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും എന്തുകൊണ്ടത് മുമ്പേ കണ്ടുപിടിച്ചില്ല? ഇലക്ഷൻ കണ്ടുപിടിക്കാതിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളല്ലേ പുറത്തു വരുന്നത്. അവര് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഏത് പാർട്ടി ജയിച്ചാലും ഞാൻ ഇവിടെ കാണുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ ഇവിടെ ജയിച്ചു, അല്ലെങ്കിൽ ഒരു CPM കാരൻ ജയിച്ചു, അല്ലെങ്കിൽ ഒരു BJP കാരൻ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അഗൻസ്റ്റ് പാർട്ടികൾ 2-3 പാർട്ടികൾ പറയുന്നു ഇയാൾ കള്ളവോട്ട് ചെയ്തിട്ടാണ്, ഇയാൾ മറ്റേ സൈസിലാണ്. ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? അരുണ്, നമസ്തേ. നമസ്കാരം. എനിക്ക് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു അഭിപ്രായം പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇതുമായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളിങ്ങ് പോവുകയാണ്. നമ്മുടെ പപ്പു തെരുവിൽ ഇറങ്ങി നമ്മൾ നടത്തിയതായ യാത്രയുടെ പുറത്താണ് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യൻ ജനത ഒത്തുക്ക് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് എന്താണ് രാഹുൽ ഗാന്ധി എന്നും രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി എന്താ ചെയ്തതെന്നുള്ള കാര്യം പ്രബുദ്ധരായ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ന് ലോകസഭ പ്രതിപക്ഷ നേതാവായത്. 2, ശ്രീ സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇന്ന് മീഡിയയുടെ മുന്നിൽ മൗനം പാലിച്ചു? അസഹിഷ്ണുത എന്ന് വേണം അതിന് പറയാം, അല്ലെ? ഇൻടോളറൻസ് എന്ന് അതിന് പറയുന്നത്. കാര്യം എനിക്ക് സത്യത്തിൽ ഇന്നത്തെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് അരുൺ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ആ ബോഡി ലാംഗ്വേജ് തന്നെ പറയുന്നത് എന്താ അറിയുമോ? എനിക്ക് സൗകര്യമില്ലടേ നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ എന്താ വെച്ചാൽ കാണിക്കുക. ഒരു ജനപ്രതിനിധി, ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി ഈ മാസത്തിന് ശേഷം സ്വന്തം മണ്ഡലത്തിൽ വരുമ്പോൾ അവിടുത്തെ പത്രപ്രവർത്തകരോട് ഒരു വാക്ക് സംസാരിക്കാനുള്ള സഹിഷ്ണുത ആ MPക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നാം എവിടെ, നമ്മുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? ശ്രീ കമാൻഡർ മാത്യുവിന്റെ അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. നമുക്ക് മറ്റ് ഈ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളുടെ വോട്ട് സംബന്ധിച്ചുമൊക്കെ അതീവ ഗുരുതരമായ
ആരോപണങ്ങൾ ഉയരുമ്പോഴും ഏറെക്കാലത്തിന് ശേഷം തൃശ്ശൂരിൽ മടങ്ങിയെത്തിയ സുരേഷ് ഗോപി മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടി പറയാതെ മൗനമായി ഇരിക്കുകയാണ്. എപ്പോഴും വലിയ ശബ്ദത്തിലൊക്കെ മറുപടി പറയുന്ന സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മൗനമായി ഇരിക്കുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കളുടെ MP കൂടിയാണല്ലോ. താങ്കളുടെ മണ്ഡലത്തിൽ ഉയർന്ന ഈ ആരോപണങ്ങൾക്ക് സ്വാഭാവികമായും മറുപടി പറയേണ്ട ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കില്ലേ? നമസ്കാരം. ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന BJP ആണല്ലോ. ഇപ്പോ ഒരു മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മിഷൻസോ മന്ത്രിയോ അല്ലെങ്കിൽ BJPയുടെ MP-മാരോടോ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി ചോദിച്ചാൽ താങ്കൾക്കോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ ഉചിതമായിട്ടുള്ള മറുപടി കിട്ടിയ ഒരു ചരിത്രമുണ്ടോ? അപ്പൊ അതില്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം സംഭവം നടന്നു, ഇനി ഇതിപ്പോ കോൺഗ്രസും CPM-ഉം കൂടി ഈ വിഷയം കുത്തിപ്പൊന്തിച്ച് ഇത് അന്ന് സുനിൽകുമാർ ഇതിനെ പറ്റി ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുകൊടുത്തിട്ടതാണ് വിഷയം. അപ്പൊ ഇനി അവധി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് തുടർ അന്വേഷണം ഒന്നും സംഭവിക്കില്ല. ഇനിയിപ്പോ ഇതിൽ കോൺഗ്രസിന് ആർക്കെങ്കിലും അടിവിരി ചില്ലറ കൊടുത്ത് ഒതുക്കി അങ്ങനെ ക്ലിയർ ചെയ്യും. പിന്നെ സുരേഷ് ഗോപി ഇപ്പോഴും ഒരു നടനാണോ അത് അദ്ദേഹത്തിന് ബുദ്ധി കുറവാണോ എന്നറിയില്ല. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊരു കാണിച്ചിട്ടില്ലേ വിഷൻസേരി നിൽക്കുമ്പോൾ മറിക്കുക തള്ളി നീക്കുന്ന ഒരു എന്താ പറയുക ഒരു MP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അതൊരു മെന്റലിസമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വളരെ മോശമായൊരു MP കേരളത്തില്. അത് തൃശ്ശൂർക്കാർക്ക് അത് വേണം, അതാണ് സത്യം. കാരണം ഈ ജാതി ചതിയില് വിജയം നേടുകയും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക നിങ്ങൾ അത് ചോദിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു MP? ഇന്ത്യ കേരളത്തിലെ തൃശ്ശൂർ ജയിച്ചിട്ട് എന്താണ് ഒരു കാര്യം നല്ല കാര്യം ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കില്ല. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഇന്ത്യൻ ജനാധിപത്യത്തെ പോലും അപകടത്തിലാണോ എന്ന് സംശയം തോന്നുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഉയരുന്നത്. കേരളത്തിൽ അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ആരോപണത്തിന് മറുപടി പറയേണ്ടയാൾ സ്വാഭാവികമായും അവിടെ നിന്ന് വിജയിച്ച MP-യാണ്, സുരേഷ് ഗോപിയാണ്. പക്ഷേ അദ്ദേഹം മറുപടി പറയുന്നില്ല. നമസ്കാരം. നമ്മുടെ കേരളം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടും സാക്ഷരത വെച്ചും എല്ലാം നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു സംസ്ഥാനമാണെന്നാണ് നമ്മൾ കരുതുന്നത്, പൊതുവെ അറിയപ്പെടുന്നത്. ആ കേരളത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. ഇന്ത്യ മുഴുവൻ നടന്ന കാര്യങ്ങളെ പറ്റി ഒരു ചെറിയ സാമ്പിളായിട്ട് രാഹുൽ ഗാന്ധി പിന്നെ കർണാടകത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തെല്ലാം സത്യമുണ്ടെന്ന് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാവും, അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. ഈ ബൈബിളിൽ പറയില്ലേ, ഈ ഒരു ഉണക്കമരത്തോട് ഇങ്ങനെ ചെയ്താൽ പച്ചമരത്തോട് എന്ത് തന്നെ ചെയ്യില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇത്രയും പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ഒത്തിരി കള്ളക്കളി നടന്നിട്ടുണ്ട്. ഇവർക്ക് മാതൃകയായിട്ട് ഇവർ കണക്കാക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ മാതൃക നമ്മുടെ മഹാഭാരതത്തിലെ കൗരവരാണ്. കൗരവർ അധികാരം നിലനിർത്താൻ വേണ്ടിയും നേടാൻ വേണ്ടിയും എന്തെല്ലാം കളികളും കള്ളക്കളികളും നടത്തിയിട്ടുണ്ടോ അതിനകത്തെ ശൗനി പോലുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടം പോലെ BJP-യിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോ സുരേഷ് ഗോപി വന്നിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി എന്ന് പറഞ്ഞാല് ഒരു MP-ക്ക് നൽകുന്നത് ഒരു ജനപ്രതിനിധിക്കോ രാഷ്ട്രീയക്കാരനോ ഒരു മന്ത്രിക്കോ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അയാൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം, സുതാര്യനായിരിക്കണം. മാധ്യമങ്ങളോടും ആരോടും പൊതുജനത്തോടും ഒരു സാധാരണക്കാരനോടും അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തോടും സാമൂഹ്യ വ്യവസ്ഥിതിയോടും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. ശ്രീ ജയചന്ദ്രനാണ് കഞ്ഞങ്ങാട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് ഇതിൽ ഏത് പക്ഷത്തെ അഭിപ്രായത്തോടാണ് യോജിപ്പുള്ളത്? നമസ്കാരം സർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഒരു 11 വർഷമായിട്ട് ഭരണമില്ലാതെ വരികയും ഇനി അങ്ങോട്ട് ഭരണം കിട്ടൂല എന്നുള്ള തോന്നുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് തോന്നുന്ന ഒരു ഹിസ്റ്റീരിയ, ഇത് ഒരാവശ്യമില്ലാതെ നമ്മുടെ ജനാധിപത്യത്തെ തകർക്കാനും മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇത് എന്തൊക്കെയാണെന്നുള്ള ഒരു ബോധ്യം വരുത്താനുമുള്ള ഒരു ശ്രമമാണിത്. കുറെ കാലം വോട്ടിംഗ് മിഷൻ എന്ന് പറഞ്ഞ് നടന്നു. ഇപ്പൊ അതെന്താ, ഏത് പോയോ? വോട്ടിംഗ് മിഷന്റെ പ്രശ്നം തീർന്നോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? ശ്രീ ജയചന്ദ്രൻ, വോട്ടിംഗ് മിഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം താങ്കൾ പറഞ്ഞ് ഹിസ്റ്റീരിയ ബാധിച്ചു എന്നൊന്നും എനിക്ക് എന്തായാലും അങ്ങനെ ഒരു കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാവിനെ
നിങ്ങൾ നേരത്തെ ഹിസ്റ്റീരിയ പറഞ്ഞു. ബാധിച്ച നേതാവാണ് നിങ്ങൾ എന്നുള്ള നേരത്തെ ആക്ഷേപമൊന്നും എനിക്ക് അല്ല, തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾ ഹിസ്റ്റീരിയ നേരത്തെ ബാധിച്ചതുപോലെ പറഞ്ഞു. നിങ്ങൾ പ്രകോപിതനായി എവിടെയെങ്കിലും ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി, മറ്റു പല നേതാക്കളും ഒക്കെ അങ്ങനെ നിങ്ങൾ- സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നേരത്തെ പക്ഷേ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ആരോപണം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ അത് ആരോപണം എന്ന് പോലും പറയാൻ കഴിയില്ല, തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി ചില വിഷയങ്ങൾ ഉന്നയിച്ചത്. അതിന് മറുപടി കൊടുക്കുക, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ കഴിഞ്ഞ തവണ നടന്നത് ജനാധിപത്യത്തോടുള്ള അട്ടിമറിയാണ് എന്ന് പറയേണ്ടി വരും. അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത്. ഇങ്ങനെ കുറെ കാലം ഇത് നമ്മുടെ കണ്ണൂരും കാസർഗോഡും അതുപോലെ തന്നെ പല ജില്ലകളിൽ ഇഷ്ടം പോലെ പല ആരോപണങ്ങളും കാലാകാലങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായി നിങ്ങൾ തന്നെ ഉന്നയിക്കില്ലേ, മാധ്യമങ്ങൾ തന്നെ കള്ള വോട്ട് ചെയ്തു, ബൂത്ത് പിടിച്ചു, എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങൾ ഉന്നയിക്കുകയും അതൊക്കെ പരിഹരിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നരേന്ദ്രമോദി ഭരണം കയറിയത് ഇങ്ങനെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഞങ്ങളാണോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാണ് ജയിച്ചത് ഞങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്? ആരോപണം ഉന്നയിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരാളാണോ ആരോപണം ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് എന്തെല്ലാം ഉന്നയിക്കുന്നത് അതിനെല്ലാം മറുപടി പറയാൻ പറ്റും. ഒരു പ്രതിപക്ഷ നേതാവും ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ശബ്ദമല്ലേ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്? അത് എവിടെ ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതിന് മറുപടി പറയാനുള്ള ബാധ്യത മറുപക്ഷത്തേക്ക് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവർക്കുണ്ട്. സർ, രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും പെട്ടു. എന്റെ ശബ്ദം എന്നല്ല അയാൾ പറയുന്നത്. അത് താങ്കൾക്ക് അങ്ങനെ പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടി ശബ്ദമാണ്, രാജ്യത്തെ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത ആളുകളുടെ കൂടി ശബ്ദമാണത്. അത് ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ BJP ഇല്ല. അപ്പം കൂടുതലും ജനങ്ങൾ ആ ഭൂരിപക്ഷം ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. അതല്ല എന്ന് തെളിയിക്കണ്ടേ? അതാണ് ഇങ്ങനെ ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇത് തെളിയിക്കലാതെ ഇത് മോദി എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നാൾക്ക് നാൾ ഈ പഴയ കേരള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ, ഒരുപാട് മാറ്റങ്ങൾ വന്നു. കണ്ടില്ലേ മിനിയാൻ ഈ ആരോപണം നടക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ ഒരു ഉദ്ഘാടനത്തിന് ശ്രീ ജയചന്ദ്രൻ, ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുന്നത് നരേന്ദ്രമോദി ഭരണത്തിലേറിയ ശേഷവും ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഭരണത്തിലേറിയ ശേഷവും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. VP സിംഗ് ഭരണത്തിലേറിയ ശേഷവും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങ് ജവഹർലാൽ നെഹ്റു ഭരണത്തിലേറിയ ശേഷം മുതൽ ഇപ്പം വരെയുള്ള പ്രധാനമന്ത്രിമാരൊക്കെ നിൽക്കുന്ന കാലത്ത് വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലൊന്നും ആരും തെറ്റു പറയുന്നില്ല. നിങ്ങൾ 10 വർഷമായിട്ട് ത്വരിതഗതിയിലുള്ള മാറ്റത്തിനെ കാണാതെ കുറെ കാലം നമ്മളൊക്കെ സംശയിച്ചിരുന്നു. ശരി ജയചന്ദ്രൻ, ഈ വിഷയത്തിൽ പറയാൻ താല്പര്യമില്ല. അതിന് പകരമായി രാജ്യം വികസിച്ച കാര്യമൊക്കെ, രാജ്യം വികസിച്ചില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. രാജ്യമൊക്കെ വികസിച്ചിട്ടുണ്ട് ഒരുപാട്. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ നമുക്ക് വളരെ എതിർപ്പുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാധ്യമമായിട്ട് അനുഭവിച്ച വ്യക്തി നരേന്ദ്രമോദിയാണ്. ശൂലത്ത് കുത്തിക്കയറ്റി പിന്നെ ഗർഭിണികളെ കുത്തി എന്തെല്ലാം ആരോപിച്ചാണ് ഉന്നയിച്ചിട്ട് നിങ്ങൾ. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു മാധ്യമമായിട്ട് അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ആരോപണം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ലോകത്തിലൊരു നേതാവ് നരേന്ദ്രമോദി എത്ര മാധ്യമമായിട്ട് അനുഭവിച്ചു? ശരി, ഓക്കെ. നരേന്ദ്രമോദിക്കെതിരെയും വലിയ വാർത്തകളും മാധ്യമ വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അദ്ദേഹം ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഏതെങ്കിലും നരേന്ദ്രമോദിക്കെതിരെ മാധ്യമങ്ങൾ വാർത്ത എഴുതിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഈ സമയത്ത് അടുത്ത 5 കൊല്ലം എന്താണെന്നല്ലേ. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അഖിലാണ് കഴക്കൂട്ടത്തു നിന്നും. ശ്രീ അഖിൽ, അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന് മറുപടി പറയുക എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള സാമാന്യ മര്യാദയാണ്. ചിലർ അങ്ങനെ സ്ഥിരമായി മറുപടി പറയുന്നവരല്ല. പക്ഷേ എന്തിനും ഏതിനുമൊക്കെ മറുപടി പറയുന്ന ആളാണ് സുരേഷ് ഗോപി. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി മൗനത്തിലാണ്. ശ്രീ അഖിൽ, താങ്കൾക്ക് പറയാം. നമസ്കാരം. ഞാൻ ന്യൂസ് 18 എന്നുള്ള ഒരു ചാനല് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു പ്രേക്ഷകനാണ്. നമ്മുടെ ഡെമോക്രസിയും ബ്യൂറോക്രസിയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് 18 പോയിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ഒരാളാണ്. നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ജനാധിപത്യപരമായിട്ട് ജനപ്രതിനിധികള് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജനാധിപത്യപരമായിട്ട് മറുപടി പറയാൻ പറ്റാത്ത എന്ത് കാര്യമുണ്ട് ഒരു ജനാധിപത്യത്തില് വിശ്വസിക്കുന്ന ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ അഖിൽ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും
സ്വാഭാവികമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പക്ഷം ചേർന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒപ്പം തന്നെ ഗൗരവമായ ചില ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയെ പോലെ ഏതിനും പ്രതികരിക്കുന്ന ഒരാൾ ഈ വിഷയത്തിൽ മാത്രം പ്രതികരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾ വരും. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും കള്ളവോട്ട് ആരോപണങ്ങൾ മറ്റ് പാർട്ടികൾക്കെതിരെയും ഒക്കെ ഉന്നയിച്ച വിഷയങ്ങളും ഒക്കെ പല തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ക്ഷമിക്കണം, ഒരാൾ കൂടിയുണ്ട്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, ഞങ്ങളുടെ സമയം അവസാനിക്കാൻ പോയതുകൊണ്ടാണ്. അപ്പോൾ സൂപ്പി ഇത്രയും വന്ന് നിന്നാണെന്ന് പറഞ്ഞാൽ വേഗത്തിൽ പറയാം. എന്റെ അഭിപ്രായത്തിൽ പിന്നെ നമ്മൾ കേരളം തൃശ്ശൂർ മാത്രമാക്കിയിട്ട് കണക്കാക്കരുത്. ഇത് ഇന്ത്യ രാജ്യം മൊത്തത്തിലുള്ള വിഷയമാണ്. പക്ഷെ അത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് മൗനം ആചരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കണ്ടമാനം നോട്ട് കെട്ടുകൾ BJP ഗവൺമെന്റ് കെട്ടുകണക്കിന് രൂപ കൊടുത്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ മൗനം ആചരിക്കുന്നത്. കാരണം കണ്ടമാനം രൂപ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഈ കള്ളപ്പണം വെളുപ്പിച്ച പണം എവിടെ പോയി. ശ്രീ സൂപ്പി, നമ്മളെ ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മുടെ പക്ഷത്ത് അങ്ങനെ തെളിവൊന്നുമില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP താല്പര്യമാണ് സംരക്ഷിക്കുന്നത് വേണമെങ്കിൽ പറയാം. അല്ലാതെ കെട്ടുകണക്കിന് രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. സൂപ്പിക്ക് അങ്ങനെ കെട്ടുകണക്കിന് പൈസ കൊടുത്തതിന്റെ ഏതെങ്കിലും ആരോപണത്തെ തെളിയിക്കാൻ എന്തെങ്കിലും മാർഗം കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ തെറ്റായ ഒരു ആരോപണം നമ്മൾ പറയരുത്. തെറ്റായൊരു ആരോപണം നിങ്ങളെങ്ങനെ പറയാ? കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? അത് ചോദിച്ചോ, സൂപ്പിക്ക് അത് ചോദിക്കാം. പക്ഷെ അതിന് പകരമായിട്ട് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് ചോദിക്കാം. അതിന് പകരമായി കെട്ടുകണക്കിന് പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ്? അത് ശരിയല്ല. അത് താങ്കൾക്ക് അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഒരു ബോധ്യം എന്തായാലും താങ്കൾക്ക് ഇല്ലല്ലോ. എനിക്ക് ബോധ്യമല്ല. കാരണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാണ്ട് എന്തുകൊണ്ട് മറുപടി പറയാൻ തയ്യാറെടുപ്പ്? പിന്നെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാ ഈ അദ്ദേഹത്തെ പിടിച്ച് തടഞ്ഞു വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല? തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ. തടഞ്ഞു വെക്കേണ്ടതായിരുന്നു. പിന്നെ അറസ്റ്റ് വരിക്കാനല്ലല്ലോ ഇത് സമരം നടത്തുന്നത്. അറസ്റ്റ് വേറെ, സമരം വേറെ. ശ്രീ രാജിക്കുട്ടിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജിക്കുട്ടി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ രാജിക്കുട്ടി പറയാം. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, ഗുരുതരമായ ഒരു ആക്ഷേപം സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് അടക്കം എതിരെ ഉയർന്നിട്ടും എപ്പോഴും വലിയ സിനിമാ ഡയലോഗുകളൊക്കെ വെച്ച് പ്രതികരിക്കുന്ന സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഹലോ, നമസ്കാരം. ബിനോയ് പറഞ്ഞു. കിരണെ, സുരേഷ് ഗോപിയെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നമ്മൾ കണക്ക് കൂട്ടണ്ട. ഈ ഡയറക്ടർമാരും തിരക്കഥാകൃത്തും ഒക്കെ എഴുതി കിടക്കുന്നത് പോലെ അഭിനയിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ നരേന്ദ്രമോദി പറയുന്നത് പോലെ അഭിനയിക്കുന്നു. അതിനപ്പുറത്ത് കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ജനാധിപത്യത്തെയും തൃശ്ശൂരിലെ ജനങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹമാക്കിയ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരാണ്. ഞങ്ങളാരുമല്ല ശ്രീ ബിനോയ് ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരാളാക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ എവിടൊക്കെ വെച്ച് പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എവിടൊക്കെ വെച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ റീൽസുകളും സീൻസുകളും കാണിച്ചിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു രാഷ്ട്രീയക്കാരൻ താഴേക്കിടയിൽ നിന്ന് വരുന്ന, ബൂത്തിൽ നിന്ന്, ബ്ലോക്കിൽ നിന്ന്, മണ്ഡലത്തിൽ നിന്ന്, ജില്ലയിൽ വരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവൻ നേരിടും. സുരേഷ് ഗോപി അതല്ല. സുരേഷ് ഗോപി എപ്പോഴോ സിനിമയിലുള്ള ഡയലോഗുകളൊക്കെ കാണാതെ പഠിച്ച് തൃശ്ശൂരിലുള്ള ജനങ്ങളുടെ ഇടയിൽ വന്ന് വോട്ട് നേടി എങ്ങനെയാ MP ആയി, മന്ത്രിയായി. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായി ഈ കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന വേട്ടകൾ, അതായത് ന്യൂനപക്ഷ വേട്ടകളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. അതല്ല നമ്മുടെ വിഷയം ശ്രീ ബിനോയ്. ഞാൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം മിണ്ടുന്നില്ല. അദ്ദേഹം എന്താണ് അദ്ദേഹം വൃതമനുഷ്ഠിച്ചിരിക്കുകയാണോ? അദ്ദേഹം എന്താണ് മൗനവ്രതത്തിന്റെ ആ ഒരു പോസിറ്റീവ് പോലും അദ്ദേഹം അത് കളയും. പക്ഷെ കേരളത്തിൽ ഞാൻ പറയട്ടെ, അല്ലോ കിരണേ, എനിക്ക് പറയാനൊരു അവസരം തരോ? പറഞ്ഞോളൂ, ഞാൻ തടസ്സപ്പെടുത്തിയില്ലല്ലോ. അല്ല, തടസ്സപ്പെടുത്തില്ല. ഞാൻ പറയാം, ഇപ്പോൾ സുരേഷ് ഗോപി കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ശരി, ഓക്കെ ബിനോയ്, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാജിക്കുട്ടിയാണ് വീണ്ടും. രാജിക്കുട്ടി, താങ്കൾക്ക് പറഞ്ഞോ? നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞു. സുരേഷ് ഗോപി മറുപടി പറയാത്തത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അദ്ദേഹം അതായത് ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഒന്നും സംരക്ഷിക്കുന്നില്ല. ശരി,
താങ്കൾ ടി വി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാതെ പോകുന്നത്. അതിലെ മറുപടി കേൾക്കാനുള്ള താമസമാണ്. ശ്രീ സന്തോഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സുരേഷ് ഗോപി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണോ ശരി, അതോ അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ടോ? നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപി ഇപ്പൊ സ്വീകരിച്ച നിലപാട് വളരെ വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന് സമയം വരുമ്പോൾ അദ്ദേഹം എല്ലാത്തിനും മറുപടി പറയുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ രാഹുൽ ഗാന്ധി സ്വന്തം വീട്ടിൽ സോണിയാഗാന്ധിക്ക് കള്ളവോട്ടുള്ളത് ഇപ്പൊ നിങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടിയില്ല. ഇതുപോലെ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും ചെയ്തിട്ട് പിന്നെ ഇന്ത്യ രാജ്യത്തിനെ ലോകത്തിന്റെ മുന്നിൽ വളരെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രാജ്യത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ വേണ്ടിയാണോ? അതെ അതെ. അതെങ്ങനെയാണ് അങ്ങനെയാവുന്നത്? ഒരു രാജ്യത്തിന്റെ തെറ്റുകൾ കാണിക്കുന്നത് ആ രാജ്യത്തിനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ തെറ്റുകളെല്ലാം അംഗീകരിച്ച്, തെറ്റുണ്ടെങ്കിലും അതെല്ലാം അംഗീകരിച്ച് ആ തെറ്റുകൾക്ക് മൂടിപ്പൊതിഞ്ഞു വെക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ തെറ്റ് തിരുത്തിയിട്ടല്ലേ അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം അതീവ ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടോ എന്നല്ല മറുപടി പറയേണ്ടത്. അത് ഒളിച്ചോട്ടമല്ലേ സന്തോഷ്? സോണിയാഗാന്ധി ശ്രീ സന്തോഷ്, അത് ഒളിച്ചോട്ടമല്ലേ? ഒരു മണ്ഡലത്തിൽ 1,00,000-ലധികം ആളുകൾ വ്യാജമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്ന് തെളിയിക്കേണ്ടതിന് പകരം നിങ്ങളുടെ വീട്ടിൽ കള്ളവോട്ടുണ്ട് എന്ന് പറയലാണോ മറുപടി? അദ്ദേഹത്തിന്റെ വീട്ടിലെ അതല്ലല്ലോ മറുപടി. അതെന്ത് മറുപടിയാണ്? ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കള്ളവോട്ടുണ്ട് എന്ന് പറയലാണോ? അതിനുശേഷം വേണമെങ്കിൽ പറയാം. അല്ല, നിങ്ങളുടെ ചോദ്യം ഇതിന് മറുപടി ഇല്ലാത്ത എന്താണ്? കഴിഞ്ഞു. സുരേഷ് ഗോപി സമയമാകുമ്പോ അതിനുള്ള മറുപടി തരും. ശരി, അതൊക്കെ പറഞ്ഞു. അതിന് പകരമായി മറ്റ് കാര്യങ്ങൾ ഉന്നയിക്കരുത്. അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം വ്യക്തമായിട്ട് നിങ്ങളോട് മറുപടി പറയും. ശരി, എന്നാ ഇന്ന് പറയാമായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ് തൃശ്ശൂരേക്ക് വന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സിനിമാ ഡയലോഗുകളൊക്കെ തട്ടിവിടുന്ന ആളാണ്. ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട രാഹുൽ ഗാന്ധിയോ പിന്നെ പ്രിയങ്ക ഗാന്ധിയോ എപ്പോഴാണ് വയനാട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. അതൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല. ഇത് ഇന്നത്തെ ചർച്ച തന്നെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. താങ്കൾക്ക് അത് ആവശ്യമില്ലാത്ത കാര്യമായി തോന്നാം, ആവശ്യമുള്ളതായി തോന്നുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് തോന്നലുകൾ. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്കിതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട് സാർ. അതായത് ശ്രീ സുരേഷ് ഗോപിയുടെ ആളൊന്നുമല്ല ഞാൻ, പക്ഷെ പറയണം. അതായത് സുരേഷ് ഗോപി വളരെ ടെൻഷനിൽ, അങ്ങേരുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ച് അതിന്റെ ഒരു ടെൻഷൻ, അങ്ങേരുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആശുപത്രിയില്, അങ്ങേർക്ക് ടെൻഷൻ ഉണ്ട്. പിന്നെ ഈ സമയത്ത് എന്ത് പറഞ്ഞാലും അത് വിവാദമാവും. മൗനം വിദ്വാൻ ഭൂഷണം. അഭിപ്രായം പറയില്ല എന്ന് സുരേഷ് ഗോപി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയും, കണിശമായിട്ടും എല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്നാണ് ഇതേവരെയുള്ള എന്റെ വീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ സുരേഷ് ഗോപിയുടെ ആളേ അല്ല. പിന്നെ ഈ സംസാരിക്കാതിരിക്കുന്നത് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പൊ വീണ ജോർജ് മിഞ്ഞാന്ന് പത്രക്കാരി ചോദിച്ചപ്പോ മിണ്ടാണ്ട് പോയില്ലേ? അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കേരളത്തിൽ നിയന്ത്രിക്കുന്നത് സംസ്ഥാനമാണ്, കേന്ദ്രമല്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാനമാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചേക്കണം. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. പിന്നെ കളക്ടറും സംവിധാനവും ഒക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ സുരേഷ് ഗോപിക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ ജില്ലാ പോലീസ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ശരി, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് വളരെ വേഗത്തിൽ നിർത്തുന്നത്. എന്തായാലും പ്രഷറുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് ഉയർന്നത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.